ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു പൈനാപ്പിൾ ജാം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്തൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാണ്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടുള്ള ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കുക. ഇതിൻ്റെ കൊത്തൊക്കെ മാറ്റി വയ്ക്കുക. എന്നിട്ട് ഈ ജ്യൂസ് ഒന്ന് അളന്ന് നോക്കുക. എനിക്കിവിടെ 2.25 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. തിളച്ച് വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. തിളച്ച് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പൈനാപ്പിൾ നല്ല മധുരമുണ്ട്, അതുകൊണ്ട് 1 കപ്പ് പഞ്ചസാര മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങളെടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ജാമിന്. എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു സ്പൂണിലെടുത്തൊന്ന് വരച്ച് നോക്കുക. ഇതുപോലെ വര തെളിഞ്ഞ് വരണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവമെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ ജാം